എന്ത് വേണം? 2 കിലോ പച്ചക്കറി വേണം. അതിവിടെ അല്ല, അപ്പുറത്തൂടെ കറങ്ങി അവിടെ ചെല്ലുമ്പോൾ ഒരു മെന്റൽ ആശുപത്രി ഉണ്ട്, അവിടെ ചെന്ന് ചോദിക്കും. എന്ത് പച്ചക്കറി. അല്ല, ഇയാൾ അവിടെ നിന്നാണ് മരുന്ന് മേടിക്കണത്? എന്തോ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇത് ടാറ്റു സെന്റർ ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഇവിടെ വന്ന് എന്നോട് പച്ചക്കറി അത് ഇത് എന്ത് വേണോന്ന് ചോദിക്കേണ്ട ഓ ആവശ്യമില്ലല്ലോ. ടക്ക്, ഒന്ന് ഇതിന്റെ മേലൊരു സാധനം ഞാൻ അടിക്കും. കാണിച്ചു തരാം. അതൊക്കെ പോട്ടെ, എവിടെ ടാറ്റു അടിക്കാനുള്ള? വൈറ്റില ജംഗ്ഷനിൽ. വൈറ്റില ജംഗ്ഷൻ? ആ, സാധാരണ ശരീരത്തിൽ ടാറ്റു അടിക്കുന്നത്. അപ്പൊ നിനക്കറിയാം ശരീരത്തിലാണ് ടാറ്റു അടിക്കണത്. പിന്നെ എന്നോട് ഇവക ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. 2 ഇതിന്റെ മേളില് വരും. അല്ല, ഇവിടെ ഈ ഒരു സെന്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നേ ഉള്ളൂ. പക്ഷെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരു വലിയൊരു സെന്റർ തന്നെ ഉണ്ട്. അതെവിടെ? സ്റ്റാച്ചു ജംഗ്ഷൻ. 2 മേളിക്കറിയില്ലേ? അതാണ്. അതൊക്കെ വിട്. എന്താ ബ്രോയുടെ പേരെന്താ? എന്റെ പേരാ ശരിക്കും പേര് അരശമൂട്ടി വിജയൻ എന്നായിരുന്നു. ടാറ്റു സെന്റർ തുടങ്ങിയപ്പോ ആ പേരങ്ങോട്ട് ചേരൂല, അതുകൊണ്ടൊന്ന് മാറ്റി. ഇപ്പൊ എന്റെ പേര് വന്നിട്ട് ചാക്കോ കൊടിവീടൻ. ചാക്കോ കൊടിവീടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ എന്താ പേര്? എന്റെ പേര് സുമ. അപ്പൊ ടാറ്റു അടിച്ച ടാറ്റ സുമോ? 3 ഇഷ്ടംപോലെ സാധനമുണ്ട്. നമ്മൾ ഇത്ര അടുത്ത സ്ഥിതിക്ക് ഞാൻ കാര്യം ചോദിക്കാം. ഇരുന്നോ. പിന്നെ ഗസ്റ്റിന് ഇരിക്കാനുള്ളല്ലേ സോഫ സെറ്റ്. കല്യാണമൊക്കെ കഴിഞ്ഞോ? ഒരു തവണ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. ചാക്കോ നീ തളന്നല്ലടാ. കുഴപ്പമില്ല. ഭർത്താവ് എങ്ങനെ? ചേട്ടന്റെ കാര്യം പറഞ്ഞ ഭയങ്കര പഞ്ചപാവം പിടിച്ച മനുഷ്യൻ. സൊസൈറ്റി, പാലുകറവ, റബ്ബർ വെട്ട്, തൊഴിലുറപ്പ് പണി, അങ്ങനെയൊക്കെ പോകുന്ന ഒരു പാവം മനുഷ്യൻ. ചാക്കോ നീ ഉണർന്നടാ. സ്കോപ്പുണ്ട് ചാക്കോ നിനക്ക്. പിന്നെ കല്യാണം കഴിച്ച ഹണിമൂണിനൊക്കെ പോവാറുണ്ടോ നിങ്ങള്? എനിക്ക് അങ്ങനെ എങ്ങും പോവാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ചേട്ടനും അങ്ങനെ താല്പര്യമില്ല. ചാക്കോ ട്രിപ്പ് മൂടാ. ഉണ്ട് നിനക്കുണ്ട്, നീ വെയിറ്റ്. പിന്നെ ഞങ്ങൾ മൂന്നാർ പോയായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടു. ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. മൂന്നാർ പോയി, അവിടെ ചെന്നു, പകലൊക്കെ വെയിലത്ത് നടന്നു. സന്ധ്യയായപ്പോ ഭയങ്കര തണുപ്പ്, രാത്രിയായപ്പോ ഭയങ്കര തണുപ്പ്. തണുത്തിട്ട് ഇങ്ങനെ ദേഹമൊക്കെ ഇങ്ങനെ കോരിത്തെറിച്ച് കൂച്ചി വലിച്ച് നിൽക്കുന്ന സമയത്ത്, അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു 2 മണിക്ക് പശുവിനെ കറക്കണം, സൊസൈറ്റിയിൽ 3:30 ആകുമ്പോ പാലും കൊണ്ട് വളരെ വേഗം വന്നു. ചേട്ടൻ പിന്നെ നിർത്തുക. ഞങ്ങൾ അങ്ങനെ തന്നെ വേഗം വീട്ടിലോട്ട്. ഞാൻ വേറെന്തോ വലിയ സംഭവം വിചാരിച്ചിരിക്കില്ലായിരുന്നു. പിന്നെ ഇവിടെ കപ്പിൾ ടാറ്റു ചെയ്യോ? കപ്പിൾ ടാറ്റു ചെയ്യും. മെയിൻ സെന്റർ അല്ലേ കപ്പിൾ ടാറ്റുവിന്റെ? ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കപ്പിൾ ടാറ്റു ചെയ്യണം. ഒരു താഴും ഒരു താക്കോല് എന്റെ കയ്യില്, താഴ് ചേട്ടന്റെ കയ്യിൽ. എല്ലാ ടാറ്റു ഞാൻ ഇവിടെ ചെയ്യൂല. അയ്യോ, ഒരു കപ്പിൾസ് ഇവിടെ വന്നായിരുന്നു. താക്കോല് പെൺകൊച്ചിന്റെ കയ്യിലും ചെയ്ത്, താഴ് ചെറുക്കന്റെ കയ്യിലും ചെയ്ത്. ചെറുക്കനെ താഴിട്ട് പൂട്ടിട്ട് താക്കോലുണ്ട് അവൾ വേറെ ചേട്ടൻ. നമ്മൾ അങ്ങനത്തെ ടാറ്റു ചെയ്യൂല, സാധാരണ ടാറ്റു. വേറെ ഏത് വേണം ചെയ്തുതരാം. എന്താ പേര് കുത്തി തരാം. ഇവിടെ പേര് കുത്തിന്റെ കയ്യിലാണോ പേര് കുത്തിന്റെ? അല്ല, ഇവിടെ. അവിടെ ഇങ്ങോട്ട് വന്നിരി. ഇവിടെ ഇരി. അല്ല, അതല്ല ഞാൻ പറയട്ടെ. എനിക്കല്ല ടാറ്റു അടിക്കേണ്ടത്, ചേട്ടനാണ് ടാറ്റു അടിക്കേണ്ടത്. ചേട്ടനാ? ചേട്ടൻ ഇല്ല അവിടെ. ഞാൻ വിളിക്കട്ടെ? ഞാൻ വിളിച്ചോളാം. അതെ, കൊച്ചിന്റെ ഭർത്താവ് അവിടെ വിളിക്കണം. ഇങ്ങോട്ട് കയറി വാ. അതെ, അങ്ങനെ വിളിച്ചാ വരൂല. അത് ഈ പശുവും കറവയൊക്കെ ആയിട്ട് കിടക്കണ ഒരു പാവം പിടിച്ച മനുഷ്യനല്ലേ. പശു എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കിടന്ന് ചാകും. ഞാൻ വിളിച്ചോളാം. ചേട്ടാ കേറി വാ. വന്നു. അങ്ങനെയല്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. പേരെന്തോന്ന്? പശുപാലൻ. ജനിച്ച് വളർന്നതിന് ശേഷം പേരിട്ട്? അല്ലെങ്കിൽ ഇത്ര സിംഗായിട്ട് കിട്ടൂല. എന്റെ അമ്മച്ചിയുടെ പേരാണ്. നല്ല പേരല്ലേ? നല്ല പേരാണ്. സൂപ്പർ പേര്. നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പേപ്പർ പടം വരച്ചേരുന്ന് പറഞ്ഞു. പടം വരച്ചിരുന്ന പേപ്പറിലല്ല, പിന്നെ ഈ ശരീരത്തിലൊക്കെ ടാറ്റു കുത്തി തരൂലേ, അത്. അതാണ് ചെറുക്കനാണ്. അല്ലല്ല, നല്ല ചെറുക്കനാണ്. നല്ല ചെറുക്കൻ. ഇല്ല ചേട്ടാ. ഇപ്പം വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 24 വാർത്തയ്ക്ക് കൊടുക്കാം. മറ്റേ ഒരു ചെറുക്കണ്ടല്ലോ വാർത്ത നല്ല രീതിയിൽ പറയണേ. ഹാഷ്മി. ആ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ കേരളി കയറ്റി നമ്മള്. ഇല്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല. ഞാൻ കേട്ടെ. ഞാൻ കുഴപ്പം പിടിച്ചോടുത്തല്ലേ. അങ്ങനെയല്ലേ പറഞ്ഞത്. ഇയാള് ടാറ്റു അടിക്കുമ്പോ അത് നല്ല ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് ന്യൂസിലൊക്കെ കാണിക്കാം, 24-ൽ കൊടുക്കാം. അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെ സംസാരിച്ചു. എന്റെ സ്വഭാവം മാറിയ ഞാൻ മക ആലുമാണ് ചവിട്ടി കയറി തരും. ചവിട്ടി കയറി പശു ഇങ്ങനെ ചവിട്ടണം. എനിക്ക് അങ്ങനെ അറിയാവൂ. സ്വഭാവം അറിയല്ലേ. പോണ വഴിക്കേ പുല്ല് പറിക്കണ്ട.
പുല്ലി എത്താൻ പോണ്ടേ? പുല്ല് ചെത്താൻ പോണ്ട വഴി. ചേട്ടല്ലേ പറഞ്ഞു ഇവിടെ വന്നിട്ട് ആറ്റി അടിച്ചിട്ട് പോണ വഴി പുല്ലി എത്തിക്കൊണ്ടോ പശുവിന് പുല്ലില്ലെന്ന്. പുല്ല് ചെത്തണ്ടാന്ന്. അതെന്താണ്? ഞാൻ വന്നവൻ വെളിയിൽ നല്ല പച്ചപ്പുള്ള നല്ല കിടുക്കാച്ചി പച്ചപ്പുല്ല് ഞാൻ എല്ലാം ചാക്കിൽ കെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടെ പുല്ലി കിടക്കണം? പുറത്ത് മുറ്റത്താണ്. നമ്മളിവിടെ മുറ്റത്ത്. എന്തൊരു ചെറുക്കനെന്ന് പറ. ഞാൻ ചവിട്ടി കരുത്ത് എന്റെ സ്വഭാവം അറിഞ്ഞോളാം. എനിക്ക് എന്റെ കുടുംബം നിൽക്കണ. നീഞ്ഞോട്ട് മാറിയില്ല. അതെ അതെ, ഞാൻ ഒരു കാര്യം പറയാം. പറഞ്ഞോ. ഞാൻ ഈ ടാറ്റു ചെയ്യുമ്പം എടാ നീ ആണുങ്ങളെ പോലെ എന്റെ മുഖത്ത് സംസാരിക്കണം. നിങ്ങൾ സംസാരിക്കണം. ഞാൻ ഇവിടെ അമ്മ അപ്പോഴേ പറഞ്ഞാണ് ആണുങ്ങൾ സംസാരിക്കണം. നീ ആണുങ്ങളെ പോലെ എന്റെ മുഖത്ത് ഞാൻ നിന്റെ ദേഹത്ത് ടാറ്റു ചെയ്തിട്ട് ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലെന്നറിയാൻ എനിക്കൊന്നും വിളിക്കണം. അതിന് നിന്റെ നമ്പർ വേണം. ഇത് ആണത്തം. ഇങ്ങനെ ചോദിക്കണം, ആണുങ്ങളടുത്ത് ചോദിക്കണം. നിനക്ക് നമ്പർ വേണം, അത്രയല്ലേ ഉള്ളൂ. നിന്റെ നമ്പർ പറഞ്ഞോറി. എന്റെ നമ്പർ പറഞ്ഞോറി. അതിന്റെ അവളെ നമ്പർ. പിന്നെ 8 മണിക്ക് ഞാൻ കിടന്ന് ഉറങ്ങൂല. എന്നെ വിളിച്ചാൽ ഞാൻ ഇരിക്കില്ല. എനിക്ക് വെളുപ്പിനെ കറക്കാളയാണ്. ഇവളാകുമ്പോൾ 12 മണി വരെ ഇരുന്ന് സംസാരിക്കും. എത്ര ദിവസം രാത്രി ഞാൻ കണ്ടിട്ടുണ്ട്. എടാ നീ എന്റെ സംസാരിക്കണം. നീ എന്റെ ആണുങ്ങളെ പോലെ എന്റെ മുഖത്ത് സംസാരിക്കാം. നീ എന്റെ പെണ്ണുങ്ങളെ മുഖത്ത് സംസാരിക്കാം. എന്റെ മുഖത്ത് സംസാരിക്കും. ചൂടാവണം. എന്തിനാ എന്റെ മുഖത്ത് അമ്മ അപ്പോഴേ പറഞ്ഞു വെച്ചാൽ ആണുങ്ങൾ സംസാരിക്കില്ല. നീ എന്റെ മുഖത്ത് സംസാരിക്കും. എന്റെ മുഖത്ത് സംസാരിക്കടാ. എടാ നിന്നെ പോലെ നിന്റെ കുടുംബത്തിൽ നീ മാത്രമേ ഉള്ളൂ. അത് വേറെ ആരെങ്കിലും? ഇത് ആണത്തം. ഇങ്ങനെ ചോദിക്കണം. പറഞ്ഞു അങ്ങോട്ട്. അച്ഛനും അമ്മയും ചേട്ടനും. ചേട്ടനും ഒറ്റ മോനേ ഉള്ളു. അമ്മ അന്നം പുന്നാരായിട്ട് വളർത്തി. അമ്മയുടെ പുന്നാര മോന. അതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ. നിനക്ക് തോന്നുന്നുണ്ട് എന്റെ ചേട്ടന് പഠിപ്പും വിവരമില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. പഠിപ്പും വിവരം ഇല്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കും. ഞാൻ പഠിച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടോ? ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല. അതല്ല, 5ാം തരം വരെ പഠിച്ചിട്ടുള്ളൂ. 5ാം തരം വരെ പഠിച്ചിട്ടുള്ളൂ. അതാണ് സ്കൂളിൽ പോയിട്ട്. ഈ ടാറ്റു എന്തെങ്കിലും നിനക്കറിയാമോ? അങ്ങനെ പറയാം. ടാറ്റുനെ കുറിച്ച് എനിക്കറിയാം. എന്താണ് നീ ടാറ്റു എന്ന് പറയുന്നത്? എന്താണ് ടാറ്റു? ഇതാണ് ടാറ്റു. അല്ല നീ ഇതിനു മുമ്പ് ടാറ്റു എവിടെയും കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ പോയപ്പോ സമയത്ത് ഞാൻ 80-85 കാലഘട്ടത്തിൽ നമ്മൾ ഞാൻ സ്കൂളിൽ പോകും. സ്കൂളിൽ പോകുമ്പോൾ തോട്ടിന്റെ കരയിൽ മറ്റേ ഇല നിൽക്കുമല്ല, അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റയടി അടിക്കും. ഇങ്ങനെ ഇരിക്കും. അതാണ് ആദ്യത്തെ ടാറ്റു. അറിയാത്തതാണ്. ഈ ടാറ്റു മായ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ പഠിച്ച ഒരു ചെറുക്ക എന്റെ പിറകെ നടന്നത് മാറ്റപ്പോ അവനെ ഞാനും എന്റെ കൂട്ടുകാരും കൂടി സ്കൂളിൽ പോവാതെ മൂക്കിലിടിച്ച് ചോര വരുത്തിയിട്ടുണ്ട്. ഇവന് ടാറ്റു എനിക്ക് അറിഞ്ഞു. അത് തന്നെ നിന്റെ കുഴപ്പം. അത് തന്നെ നിനക്ക് ആ സമയത്ത് സ്കൂളിൽ പോയിരുന്ന വിദ്യാഭ്യാസം കിട്ടിയ സൊസൈറ്റിയിൽ നിലയും വില ഉണ്ട്. ആര് പറഞ്ഞു എന്റെ സൊസൈറ്റിയിൽ എനിക്ക് വില നിലവിലുണ്ട്? സൊസൈറ്റിയിൽ പാലിറക്കം വേണം. സൊസൈറ്റിയിൽ ഞാൻ 3ാം സ്ഥാനമാണ്. 2 ചാക്ക് ഞാൻ ഒരു കാര്യം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഇവൻ അപ്ഡേഷൻ ഇല്ല. നിനക്ക് അപ്ഡേഷൻ ഇല്ല. അപ്ഡേഷൻ ഇല്ലെന്നാ? എനിക്ക് അപ്ഡേഷൻ ഉണ്ടടാ. എന്നെ പോലെ ഒരു നരമ്പ് ചെറുക്കായി ഇവള് ഞാൻ കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഡെയിലി ആ ജനലിന്റെ അടുത്ത് ഇവള് എന്ന് ഇങ്ങനെ പടിയിൽ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഉടുപ്പ് ഊരിയിട്ടിട്ട് കിടന്ന് എക്സസൈസ് ചെയ്യും. തീരെ വിധി തന്നെ. ഒരു ഭർത്താവിന് വേന എടുക്കുമല്ലോ. എടുക്കും. ഇവള് ഡെയിലി ആ ജനലിന്റെ അടുത്ത് ചെന്ന് നിൽക്കുകയും ചെയ്യും. ഞാൻ അപ്ഡേഷൻ കാണിച്ച ഉടനെ ഞാൻ ചെന്ന് ആ ജനലിൽ ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. ഇനി അവള് ഏത് ജനലിന്റെ അടുത്ത് നിൽക്കുമെന്ന് എനിക്കറിയണം. അപ്പൊ ഒരു ഇളങ്കാറ്റ് ആഗ്രഹിച്ചപ്പോ നീ AC വെച്ച് കൊടുത്തു. എന്തൊരു കിഴങ്ങനാണ്. അപ്ഡേറ്റ് വേണം. നീ ഒരു കാര്യം പറയട്ടെ. ഈ കിടന്ന് ഇങ്ങനെ രക്തം തിളക്കരുത്. ഈ സൂചി ഇങ്ങനെ കുത്തി ഇറക്കിയാണ് ടാറ്റു ചെയ്യണത്. അപ്പൊ പ്രഷർ കയറി കഴിഞ്ഞാൽ ബ്ലഡ് ഭയങ്കരമായിട്ട് ലീക്ക് ആവും. ഇത് വരും, ചോര വരും ചേട്ടാ. ഇതിനെ പറ്റി നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. അപ്പൊ ഞാൻ മാളുവിന്റെ തൊടയിൽ ഒരു ടാറ്റു അടിക്കും. ആരും അറിയല്ലേ? ആരറിയാം? ഞാനും നീ അവരല്ലേ ഉള്ളൂ. വേറെ ആരറിയാം? മാളുവിന്റെ തൊടയിൽ ടാറ്റു അടിക്കും. പിന്നെന്ത്? ആ കാര്യത്തിൽ ഒരു സമാധാനമായി. ചേട്ടൻ മാളു എന്നാണല്ലേ വിളിക്കുന്നത്? അല്ല, പിന്നെ മാളുവിന്റെ കാര്യം പറഞ്ഞു. മാളു ചേട്ടന്റെ ജേഴ്സി പശുവാണ്. 25 ലിറ്റർ പാല് ഡെയിലി ഇങ്ങോട്ട് വരുമ്പോ ഒരു ചെറിയ സ്നേഹം നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട. വെള്ള പശുവാണ്. വെള്ള പശു ഇതൊക്കെ തൊടയിൽ പ്ലാറ്റാനെ ഇരിക്കും. അടിച്ചു വെച്ചോ അങ്ങോട്ട്. ഇവന്തിങ്ങനെ ഞാൻ അപ്പഴേ പറഞ്ഞ അഴുക്ക ചെറുക്കനാണ്. അഴുക്ക ചെറുക്കനെന്നല്ല, നല്ല വഴക്കുണ്ടാക്കല്ലേ. ടാറ്റു അടിക്കാൻ പറ്റില്ല. ഞാൻ വേറെ തന്നെ. ഞാൻ രഹസ്യ ഭാഗത്ത് ടാറ്റു അടിക്കും. കളിയായിട്ടോ കാര്യമായിട്ടോ? സീരിയസ് ആയിട്ട്, പക്ക സീരിയസ്. രഹസ്യ ഭാഗത്ത് ടാറ്റു അടിക്കോ ഇല്ലയോ? അടിക്കും. അപ്പൊ ഇന്ന് വൈകുന്നേരം വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് പിന്നെ ടാറ്റു അടിക്കണ്ടേ? രഹസ്യ ഭാഗം ഏത്? നിലവറ. അവരാണ് അപ്പനെ കൊളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇവ ശരിയാവില്ല. സമാധാനം വേണമെന്നല്ലേ നീ പറഞ്ഞ? സമാധാനം അപ്ഡേഷൻ ഉണ്ട്. ഇല്ല അവിടെ കയറി കൊടുക്കും. ഞാൻ ചെല്ലട്ടെ. നീ വന്നേ. അങ്ങനെ ഒരു കാര്യം ചെയ്യും. നീ നന്ദിനി കുട്ടിയുടെ മുതുകിൽ ഒരു ടാറ്റു അടി. നന്ദിനി കുട്ടിയുടെ മുതുകിൽ ഒരു ടാറ്റു അടി. നല്ല ടാറ്റു, നല്ല സൂപ്പർ ആയി. എന്റെ കുണം മാറ്റിക്കൽ ഇപ്പോ ഇത് നിർബന്ധമാണ്. നന്ദിനി കുട്ടിയുടെ മുതുകിൽ ഒരു ടാറ്റു അടിക്കണം. നിനക്ക് അത്ര നിർബന്ധമാണ്. നീ ഇവിടെ ഒന്ന് പഠി. ഇവിടെ പിള്ളേർ പഠിപ്പിക്കുന്നുണ്ട്. 3 മാസത്തെ കോഴ്സ്. 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് നീ നന്ദിനി കുട്ടിയുടെ മുതുകത്ത് ടാറ്റു അടിച്ചോ. എന്നായിട്ട് ബുദ്ധിമുട്ടിക്കണം. 3 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. 3 മാസം കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നന്ദിനി കുട്ടി ഞാനാണെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് വന്ന് എന്റെ മുതുകിൽ അതാണ് നന്ദിനി കുട്ടി. ഇതാ നന്ദിനി കുട്ടിയാണ്.
അതാ ആ. അത് അടിക്കൂലേ ഞാൻ പഠിച്ചിട്ട് ഞാൻ അടിച്ചോളാം. ഞാൻ നല്ല രീതിയിൽ നീ പഠിച്ചു വരുമ്പോ സമയം എടുക്കും ഞാൻ അടിക്കും ഇല്ല, കുഴപ്പമില്ല. ചേട്ടാ, ചേട്ടാ, ഇല്ല, ഇല്ല, നല്ല കിടുക്കാച്ചി. കിടുക്കാച്ചി. ഞാൻ ചെയ്യും. ഈ അരിക്ക ചെറുക്കനാണ് നിനക്ക് ശരിയാവൂല. വാ വാ വന്നേരി ടാറ്റു അടിക്കും പിന്നെ ചേട്ടൻ ടാറ്റു അടിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഏറ്റവും മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ പടം ഇവിടെ അടിച്ചു തരുമോ? ഞാൻ വിചാരിച്ചു നീ വെറും മണ്ടനാണ് അല്ല ഇല്ല വീട്ടുകാരുടെ അടുത്തൊക്കെ സ്നേഹമുള്ള എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി അച്ഛന്റെ പടമല്ലേ അടിച്ചു തരാ അല്ലല്ല, അച്ഛന്റെ പടമല്ല. ഞാൻ മനസ്സുമായിട്ട് ഏറ്റവും അടുത്ത് സിങ്കായിട്ട് നിൽക്കുന്ന ഒരു പടമാണ്. അപ്പൊ അമ്മേരെ പടം അമ്മയുടെ പടമല്ല, അമ്മയുടെ പടമല്ല. ആ, പറ. എനിക്കറിയാം എന്റെ പടം അല്ലേ അല്ലല്ല ഏ? പശുവിന്റെ ഒരു അകിട്. അച്ഛനിരിക്കും, അച്ഛനാ. ഇപ്പുറം ചട്ടി. ഇരിയെടാ അവിടെ. ഇരി ചേട്ടാ അവിടെ ഇരി. അവിടെ ഇരി കൊച്ചേ ഇവിടെ ഇരിക്ക്. ആ, ഞാൻ ഉമ്മ ആവശ്യമില്ലാതെ പശുവിന്റെ അവിടെ വീട്ടിലോട്ട് വാട്ടാ പശുവിന്റെ അകട് വാ വാ ഓക്കെ ഒരു ചത്ത വയ്ക്ക് നന്ദിനി വെള്ളമുണ്ടാക്കാനാ? ചേട്ടാ അടി. എന്തിനാ നന്ദിനി കുട്ടി എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഉണ്ട്, ആ, ഓക്കേ. ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ആ, ഇവിടെ ഉണ്ട്. ഭർത്താവിനെ പരിചയപ്പെട്ടു എന്താ എന്ത് ചെയ്യുന്നു ഇവിടെ ആണുങ്ങളെ പോലെ മുഖത്ത് പോയി സംസാരിക്കട്ടെ. എന്റെ മുഖത്ത് നിന്റെ അടുത്ത് ചോദിക്കാം നേരത്തെ നിന്റെ അടുത്തല്ലേ എല്ലാം ചോദിച്ചത് പിന്നെ ഇങ്ങനെ വർക്കൊക്കെ ഉണ്ടോ ഇപ്പൊ? ഇടയ്ക്കിടയ്ക്ക് വർക്കുണ്ട്. ആ എടാ എന്റെ അടുത്ത് ചോദിടാ ആണുങ്ങളെ പോലെ ഞാൻ ഇടയ്ക്ക് വല്ല വർക്ക് കൊണ്ടേ ആ, വർക്കടിക്ക് എന്നെ എടാ നീ എന്റെ വർക്ക് വേദന എടുക്കൂടോ? എടാ, വേദന എടുക്കൂടോ? ചേട്ടാ, ചേട്ടാ. ചേട്ടാ. പിന്നെ ദേഷ്യം വരും. ആ, പിന്നെ എന്തുന്നാ നീ എഴുതി വെച്ചേക്കണത്? എന്തുന്നാണ് എഴുതി വെച്ചേക്കണത്? സിനിമയിലെ പോലെ ഞാൻ തെമ്മാടിന്ന് എഴുതി വെച്ചു. തെമ്മാടിന്നല്ലേ എഴുതി തെമ്മാടിന്ന് വെച്ചത്? എഴുതി വെച്ചു. തെങ്കാശിന്നാണല്ലോ എഴുതി വെച്ചേക്കണത്. ഇറങ്ങിപ്പോ എന്ത്? ഇറങ്ങിപ്പോ എന്താ കാര്യം? എനിക്ക് കണ്ട ഇറങ്ങിപ്പോ ദേ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ കാണാൻ അത്യാവശ്യം നല്ലൊരു പെങ്കൊച്ച അതിന്? ഇതുപോലുള്ള മൊണ്ണെ കെട്ടുന്നതിനെ കാട്ടി നല്ലത് ഏതെങ്കിലും നല്ല തിരക്കിലൊക്കെ ആലോചിക്കും ചാക്കോ ഫ്രീ ആണ് Kannan Devi Group presents West on Flowers Aka Ponnonakkacha 2025.